നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ദഹനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ സാധാരണയായി കാണുന്ന വയറുവേദന, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ഇതെന്ത് അസുഖമാണെന്ന് ലക്ഷണങ്ങൾ കൊണ്ട് പലപ്പോഴും തിരിച്ചറിയാറില്ല. ചിലപ്പോൾ ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന വ്യത്യാസം തന്നെ അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന ചില അസുഖങ്ങൾ ഗൗരവമേറിയ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ കുടലിനെ, ആമാശയത്തിനെ എല്ലാം ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതിന് പരിഹാരം എന്താണ്? ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോഷ് വർഗീസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ വൻകുടലിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പുതിയ തലമുറയിലെ, പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത്തരം അസുഖങ്ങൾ കൂടി വരുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഇന്ന് തന്നെ മെയ് 19 എന്ന ദിവസം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഡേ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിന് കാരണം നമ്മളുടെ പല കുടൽ സംബന്ധമായ രോഗങ്ങളെപ്പറ്റി ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരം രോഗങ്ങളാണ്, അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും. അപ്പം ഇത് പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു 20-25 കൊല്ലത്തിന് മുന്നിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലങ്ങളായിട്ട് വളരെയധികം ഇത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. അത് പലപ്പോഴും അതിനെപ്പറ്റി ഉള്ള അവെയർനെസ് ഇല്ലാത്തതിനാൽ അത് രോഗികളുടെ ഇടയിലും പല ഡോക്ടർമാരുടെ ഇടയിലും അതിനെപ്പറ്റിയുള്ള അവെയർനെസ് ഇല്ലാത്തത് കൊണ്ട് അത് പലപ്പോഴും മിസ് ചെയ്തു പോകുന്നു. ഡോക്ടർ, ഈ ക്രോൺസ് എന്ന അസുഖം ശരിക്കും പറഞ്ഞാൽ അത്ര സാധാരണമല്ലാത്ത ഒരു വാക്കാണ്. എന്താണ് ഈ അസുഖം? നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു കണക്ക് എന്താണ്? ഇത് നമുക്ക് കേരളത്തിൽ ഈ അസുഖത്തിൻ്റെ ഡേറ്റ നമുക്ക് വളരെ വിരളമാണ്. പക്ഷേ ഒരു ആവറേജ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് മാസത്തിൽ 1-2 കേസ് പുതിയതായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഈ രോഗം നമ്മുടെ കുടലുകളിൽ നീർക്കെട്ടുണ്ടാക്കുന്ന അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ക്രോണിക് ഡിസീസാണ്. ഇത് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന രോഗമല്ല. മരുന്ന് കൊണ്ടോ സർജറി കൊണ്ടോ പല രോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഡയബറ്റീസ്, പ്രഷർ എന്ന രോഗങ്ങളെ പോലെ ഇത് സ്ഥിരമായി മരുന്ന് കഴിക്കണം. ഇത് വാ മുതൽ നമ്മുടെ മലദ്വാരം വരെ ഏത് ഭാഗത്തും ഇത് ബാധിക്കാതെ ചെറുകുടൽ, വൻകുടൽ, ആമാശയം എവിടെ വേണേലും ഇത് ബാധിക്കാം. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം. നമസ്കാരം. ഹലോ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. ഞാൻ നീലേക്കട്ടെന്നാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയ്ക്ക് ചെറുപ്പം മുതലേ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, 15 കൊല്ലമായിട്ട് ഡയബറ്റീസും ഉണ്ട്. ഇപ്പൊ കൂടെ ഈ വയറ്റിൽ അൾസറിന്റെ പ്രശ്നം വരുന്നു. പിന്നെ വേറെ ഹലോ വേറെ പ്രശ്നങ്ങൾ ഇപ്പൊ അതാണ് സംശയം അല്ലേ? മരുന്ന് കഴിക്കുന്നുണ്ടോ? ചികിത്സിക്കുന്നുണ്ടോ? ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അപ്പോ അത് അൾസറിന്റെ പ്രശ്നം കൂടെ വരുന്നുണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോന്നാ പേടി. അത് ഈ ഡയബറ്റീസ് എത്ര കൊല്ലമായി? 15 കൊല്ലമായി. കോൺസ്റ്റിപ്പേഷനോ? കോൺസ്റ്റിപ്പേഷൻ അത് ചെറുപ്പം മുതലേ ഉണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇതിപ്പോൾ ഇത്രയും കൊല്ലം പഴകിയ രോഗമായതുകൊണ്ട് സീരിയസ് ആയുള്ള പ്രശ്നങ്ങൾ ആകാൻ വഴിയില്ല. പിന്നെ ഇതിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഡയറ്റിൽ വളരെ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, ധാരാളമായി വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഒരേ സമയത്ത് ബാത്റൂമിൽ പോയി സമയം ചെലവഴിക്കണം. അത് ഒരു 1-2 ദിവസങ്ങളിൽ കൂടുതൽ മലബന്ധം ഉണ്ടായാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി പോകും. പക്ഷേ ഈ സാധാരണ രീതിയിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം, അതായത് രക്തം കാണുകയോ വെയിറ്റ് കുറയുകയോ വയറുവേദന എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ചും കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. അതായത് മൺകുടലിലുള്ള നീർക്കെട്ടോ തടുപ്പുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള. അല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്നുകൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ ഹലോ ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ വളരെ ലൂസായിട്ടാണ് ബാത്റൂമിൽ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതൊരു 2-3 ദിവസമായി, 2-3-4 ദിവസമായി. 4 ദിവസമേ ഉള്ളൂ. അതിൽ രക്തമയം ഉണ്ടോ? ചെറുതായിട്ടുണ്ട് മലത്തിൽ. ആ രക്തമയം ഉണ്ടെങ്കിൽ അത് ഈ 3-4 ദിവസമേ ഉള്ളെങ്കിൽ വയറ്റുവേദനയുണ്ടോ? ഇല്ല, വേദനയില്ല. പനിയുണ്ടോ? ഇല്ല, പനിയൊന്നുമില്ല. അത് പക്ഷേ ഇപ്പൊ നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയാൽ പെട്ടെന്ന് അപ്പോൾ തന്നെ പോകണം. 3-4 ദിവസം മാത്രമേ ഉള്ളെങ്കിൽ മിക്കവാറും അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത കൂടുതലും, പ്രത്യേകിച്ചും രക്തം ഉള്ള സ്ഥിതിക്ക്. അപ്പോൾ ഡോക്ടറെ സമീപിക്കണം. അത് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിച്ച ശേഷം അത് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായും മറ്റു പരിശോധനകളിൽ കടക്കേണ്ടി വരും. രക്തം എപ്പോഴും മലത്തിൽ കാണുമ്പോൾ അത് നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് പ്രായമുണ്ട്? 31. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച ശേഷം കുറവില്ലെങ്കിൽ ബാക്കി പരിശോധനകൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എൻ്റെ പേര് സുമയ്യ. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനു മുന്നേ ഒരു വയറിന് പോവുക, അങ്ങനെ ഛർദിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ആന്റിബയോട്ടിക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഗ്യാസ് പോലെ അങ്ങനെ ചെറിയൊരു വിമിഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അത് എന്താ ചെയ്യേണ്ടത്, എന്താ ആരെ കാണിക്കേണ്ടതെന്നൊരു ചെറിയ സംശയം പോലെ. ഇത് എത്ര നാളായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ഇല്ല, ഇപ്പൊ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഈ പ്രശ്നം തുടങ്ങിയിട്ട്. അത് മിക്കവാറും ഇത് ആ മരുന്നുകൾ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നീർക്കെട്ട് ആമാശയത്തിൽ വന്നാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം സാധ്യതയുണ്ട്. പല മരുന്നുകൾ കഴിച്ചതല്ലേ. പിന്നെ അതിന് പുറമെ പനിയുണ്ടായിരുന്നോ? അന്നാ പ്രശ്നം വന്നു പനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആമാശയത്തിൽ നീർക്കെട്ട് ഉണ്ടായാൽ ഇങ്ങനെ വരാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ ഒരു ഫിസിഷ്യനെ കണ്ട് ആദ്യം നിങ്ങളുടെ ഈ ഗ്യാസ്ട്രൈറ്റിസിനുള്ള ചില മരുന്നുകളുണ്ട്, അതെല്ലാം ട്രൈ ചെയ്യുക. അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിച്ച ശേഷം അത് കുറവില്ലെങ്കിൽ മാത്രം സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട ആവശ്യമുള്ളൂ. അത് സീരിയസ് ആയിട്ടൊരു രോഗമായിട്ട് തോന്നുന്നില്ല. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ഞാൻ പട്ടാമ്പിന്ന് വിളിക്കുന്നത്. പറഞ്ഞോളൂ. പിന്നെ വയറിന്റെ ലെഫ്റ്റ് സൈഡിലേ മധ്യത്തിലായിട്ടൊരു ചെറിയ വേദന ഇങ്ങനെ, അത് തുടങ്ങിയിട്ടൊരു 6-7 വർഷമൊക്കെ. ഓക്കെ, വർഷങ്ങളായി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ കാണിക്കുന്നത് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ. അദ്ദേഹം കുറെ മരുന്നൊക്കെ തന്ന് പിന്നെ എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി. അപ്പോ അതില് ഒരു നേരിയ പുണ്ണിന്റെ അംശം കണ്ടു എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു 4-5 തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷത്തോളമായി. പക്ഷെ അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മരുന്നുകൾ എന്താണെന്ന് അറിയോ? അറിയാം. ഒന്ന് റാബിയൻ DSR എന്നൊരു ഗുളിക ഭക്ഷണത്തിന് മുമ്പ്. വേറെ പിന്നെ മുക്കോബൈൻഡ് പറഞ്ഞൊരു ലിക്വിഡ് ഭക്ഷണത്തിന് മുമ്പ്. പിന്നെ റെക്ടിപ്ര പറഞ്ഞൊരു ഗുളിക രാവിലെ 1. പിന്നെ നോർമാക്സിൻ പറഞ്ഞൊരു ഗുളിക രാത്രി. പിന്നെ സിമിഗട്ട് പറഞ്ഞിട്ട് ഒരു സിമിഗട്ട് 400 3 നേരം ഇത്രയും ഗുളികൾ കഴിക്കുന്നുണ്ട്. അതിന്റെ പുറത്ത് തന്നെ ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ് ഞാൻ. അതിന്റെ മരുന്നുകളും കഴിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വല്ലതും ഉണ്ടോ? ഭാരം കുറയുന്നതോ വയറിളക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല.
ഇതിപ്പോൾ ഇത്രയും കൊല്ലം പഴകിയ ഒരു അസുഖമായതുകൊണ്ട് തന്നെ മിക്കവാറും സീരിയസ് ആയിട്ടുള്ള രോഗമാകാൻ വഴിയില്ല. ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അതായത് അങ്ങനെയുള്ള ഒരു രോഗമാണ്. അത് കുടലിൻ്റെ ചലനത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ഇങ്ങനെ പലർക്കും വേദന ഉണ്ടാകുന്നതാണ്. ഇത് രാത്രി കാലങ്ങളിലൊന്നും നിങ്ങളെ ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ? അപ്പോൾ ഇത് ഡോക്ടർ തന്ന മരുന്നുകൾ, അസിഡിറ്റിക്കുള്ള മരുന്നുകളുണ്ട്, ചലനത്തിനുള്ള മരുന്നുകളുണ്ട്. അപ്പം ഇതെല്ലാം അസിഡിറ്റി കൊണ്ടും ഈ ചലനത്തിലുള്ള വ്യത്യാസം കൊണ്ടും ഇങ്ങനെ വേദന ഉണ്ടാകുന്നതാണ്. ഇത് ചില ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, ലോങ് ടേം ആയിട്ട്. പേടിക്കാനുള്ള രോഗമൊന്നും അല്ല. ഇത്രയും ടെസ്റ്റുകളും ചെയ്തു, ഇത്രയും കൊല്ലം പഴകിയതായതുകൊണ്ട് നിങ്ങൾ ഒരു വിധത്തിലും ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. പക്ഷേ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് മരുന്നുകൾ കുറച്ച് നാളത്തേക്ക് കഴിക്കാം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ റൈറ്റ് സൈഡില്, അതായത് അപ്പർ അബ്ഡോമിന്റെ ഭാഗത്ത്, ഈ റിബിന്റെ ഭാഗത്ത് എപ്പോഴും ഒരു കാച്ചിങ് പോലെ ഒരു ഇഫക്റ്റ്. അത് എപ്പോഴും ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അത് പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോഡിനോ മത്സരം ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. എന്താണ് ഈ വേദനയുടെ കാരണം? വേദനയല്ല, ഒരു കാച്ചിങ് ഇഫക്റ്റ് ആണ് വരുന്നത്. വേദന അധികമായിട്ടില്ല. കേട്ടിട്ട് ഒരു മസ്കുലർ പെയിൻ ആയിട്ടാണ് തോന്നുന്നത്, മസിലിൻ്റെ പെയിൻ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ മൂവ്മെൻറ്റിലാണ് പെയിൻ വരുന്നത്. നിങ്ങളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അവിടെയുള്ള ഗോൾ ബ്ലാഡറിൻ്റെയും ലിവറിൻ്റെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. അതില്ലെങ്കിൽ അത് മസിൽ പെയിൻ ആയിട്ട് തന്നെ തോന്നുന്നു. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്താണ് സംശയം? ഹലോ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാ വിളിക്കുന്നത്. ഹസ്ബൻഡിന് എപ്പോഴും ഇങ്ങനെ നെഞ്ചരിച്ചിലും നെഞ്ചരിച്ചിലും വയറിന് വേദനയൊക്കെ ഉണ്ടാകുന്നത്. എത്ര വയസ്സായി? 45 വയസ്സ്. ഓക്കെ, ഇത് കേട്ടിട്ട് ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അതായത് ആസിഡ് അന്നനാഴിയിലേക്ക് കയറി വരുമ്പം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് വന്നാൽ തന്നെ അത് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതായത് ഭക്ഷണത്തിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കഴിയാതെ കിടക്കാൻ പാടില്ല. തലയുടെ ഭാഗം ഉയർത്തി വെച്ച് കിടക്കുക. എണ്ണയുള്ള ഭക്ഷണങ്ങളും അതേ വറുത്തതും പൊരിച്ചുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുകയും പിന്നെ അതുകൊണ്ടും കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതിന് ആസിഡിറ്റിക്കുള്ള മരുന്നുകൾ കഴിച്ചാൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം. ഓക്കെ ഡോക്ടർ, നമ്മൾ കേരളത്തിലുള്ളവർ വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് പലപ്പോഴും നമ്മുടെ സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്ലാതെ ദഹന പ്രക്രിയയ്ക്ക് തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വല്ലാത്ത സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പ്രശ്നമാണോ? സ്പൈസി ഫുഡ് നമ്മുടെ പണ്ട് അൾസർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഭക്ഷണ രീതികൾ ഒത്തിരി സ്പൈസി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചും പഴയ നമ്മുടെ മെഡിക്കൽ സ്റ്റഡീസിലൊക്കെ സൗത്ത് ഇന്ത്യയിൽ അൾസർ കൂടുതലായിരുന്നു കണ്ടിരുന്നത് നോർത്ത് ഇന്ത്യയിൽക്കാൾ. അതുപോലെ തന്നെ സ്പൈസസ് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതൽ കഴിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇത് എച്ച് പൈലോറി എന്ന ബാക്ടീരിയ കാരണമാണ് അൾസർ ഉണ്ടാക്കുന്നത്. അതിപ്പം സ്പൈസസ് നമ്മൾ കൂടുതൽ കഴിച്ചാലും ഇല്ലെങ്കിലും അത് അൾസറിൻ്റെ ഇൻസിഡൻസിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ അൾസർ ഉള്ള ഒരാൾക്ക് സ്പൈസി ഓയിലി ഫുഡൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ അസ്വസ്ഥത കൂടാൻ വഴിയുണ്ട്. ഓക്കെ, ഇത്തരം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും സാധാരണയായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ അസുഖമാണ്, വലിയ പ്രശ്നമില്ലാത്തതാണെന്ന് കരുതാറുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ലക്ഷണങ്ങളോടുകൂടി വരുന്ന ഗൗരവമേറിയ അസുഖങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ മേൽവയറിൽ ഉണ്ടാകുന്ന വേദനകൾ പലതരത്തിൽ വരാം. എരിച്ചിൽ പോലെ ആകാം, അതിന് കഠിനമായ വേദനയാകാം. ഇത് പലപ്പോഴും നമ്മൾ ഗ്യാസ് അസിഡിറ്റി ആണെന്ന് വിചാരിച്ച്
പലപ്പോഴും അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത് ക്യാൻസറുകളാകാം, അത് ആമാശയത്തിലുണ്ടാകുന്ന അൾസറുകളാകാം, അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ രോഗങ്ങളാകാം, പാൻക്രിയാസിലെ നീർക്കെട്ടും പാൻക്രിയാസിലെ ക്യാൻസറുകളും, അതുപോലെ തന്നെ പിത്തസഞ്ചിയിലുള്ള നീർക്കെട്ട്, പിത്തസഞ്ചിയിൽ കല്ല് വന്നാൽ നീർക്കെട്ട് വരാം, അതും ഇങ്ങനെ വളരെ ശക്തിയായ വേദന ഉണ്ടാക്കാം. അങ്ങനെ പല സീരിയസ് രോഗങ്ങളും നമ്മൾ കണ്ടുപിടിക്കാതെ പോവുകയും അത് മൂർച്ഛന്യത്തിൽ വരുമ്പോൾ അത് പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്, തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിന് ടെസ്റ്റുകൾ ചെയ്ത് പ്രതിവിധി കാണേണ്ടതാണ്. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ അൾസർ വളരെ സാധാരണമായിട്ട് കാണുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സകൾ എന്തെല്ലാമാണ്? നമ്മൾ അൾസർ എന്ന് പറയുമ്പോൾ 2 തരം അൾസറുണ്ട്. പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ ഡിയോഡിനൽ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, അതായത് ആമാശയത്തിലുണ്ടാകുന്ന അൾസറും ചെറുകുടലിൻ്റെ തുടക്കമാണ് ഡിയോഡിനത്തിലുണ്ടാകുന്ന അൾസറുകളാണ്. ഇത് പണ്ടത്തെ നിന്ന് അൾസറുകളുടെ കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും ഡിയോഡിനൽ അൾസർ. അത് വിദഗ്ധമായ ചികിത്സാ രീതികൾ ഇപ്പോൾ ഉള്ളതിന് മരുന്നുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു കാരണം. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസും കൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ഒരു ഡെക്കേഡ്, അതിലൊരു 10-15 കൊല്ലത്തിനുള്ള മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ വിചാരിച്ചിരുന്ന പോലെ സ്ട്രെസ്സ് അഥവാ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ആണ് അൾസർ വരുന്നതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം എച്ച് പൈലോറി എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണമാണ് 95% ഡിയോഡിനൽ അൾസറും 80% ഗ്യാസ്ട്രിക് അൾസറും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ മാർഷൽ ആൻഡ് വാറൻ എന്ന 2 സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അവർക്കതിന് നോബൽ പ്രൈസും കിട്ടി. ഈ ബാക്ടീരിയ നിർമ്മാർജ്ജനം ചെയ്താൽ അൾസർ നമുക്ക് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പണ്ട് ഇത് അൾസർ ഒരിക്കൽ വന്നാൽ പിന്നെയും വീണ്ടും അത് വരികയും അതിന് ചികിത്സ ചെയ്യേണ്ടിയും പലപ്പോഴും ഓപ്പറേഷനിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. ഇത് ആൻറ്റിബയോട്ടിക് 2 ആഴ്ച ആൻറ്റിബയോട്ടിക് കോഴ്സാണ്. അതിൽ 90% ആളുകൾക്കും അത് ബാക്ടീരിയ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിനു പുറമെ നമുക്ക് അൾസറിന് പറ്റിയ ആസിഡ് കുറയ്ക്കുന്ന വളരെ ശക്തമായ മരുന്നുകളുണ്ട്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അത് ഓവർ ദ കൗണ്ടർ, അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആർക്കും വാങ്ങാവുന്ന മരുന്നാണ്. അതിനാൽ അത് ദുരുപയോഗപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പലപ്പോഴും രോഗികൾ ഒമിപ്രസോൾ, പാൻഡപ്രസോൾ എന്ന മരുന്നുകളൊക്കെ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ മരുന്നിനും നമുക്ക് അതിൻ്റേതായ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇതൊക്കെ കഴിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ 2 ആഴ്ചയിലെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതേ കാരണങ്ങൾ തന്നെ ഈ രോഗിക്ക് വീണ്ടും ഉണ്ടാകാമല്ലോ. അപ്പോൾ വീണ്ടും വരാനുള്ളൊരു സാധ്യത എത്രത്തോളമാണിത്? ഇത് റീഇൻഫെക്ഷൻ, അതായത് വീണ്ടും എച്ച് പൈലോറി എന്ന ബാക്ടീരിയ കടന്നുകൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് 1 കൊല്ലത്തിൽ 1% താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മളത് ക്യൂർ ചെയ്യുന്നത് പേടിക്കണം. പക്ഷേ ഈ വേറെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം വേദന സംഹാരികൾ കഴിക്കുന്നതുകൊണ്ടാണ് അൾസർ വരുന്നത്. അത് വേദന സംഹാരികളുടെ കൂട്ടത്തിൽ ആസ്പിറിനും വരും. ആസ്പിറിൻ ഇപ്പോൾ പല രോഗങ്ങൾക്ക്, ഹൃദയരോഗത്തിനും സ്ട്രോക്കിനും എല്ലാം സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾസർ പലർക്കും കാണുന്ന ഗ്യാസ്ട്രിക് അൾസർ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് മുൻകാലങ്ങളിൽ, പ്രത്യേകിച്ചും പ്രായമുള്ളവരിൽ. ഇതിന് ആസ്പിറിൻ്റെയൊക്കെ യൂസ് കൂടുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് അൾസർ എച്ച് പൈലോറി ഇല്ലെങ്കിലും വരാവുന്നതാണ്. അതുകൊണ്ട് അത് വേദന സംഹാരികൾ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.